എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിന്റെ 13ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന ഭൂലോക വൈകുണ്ഠമായ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയാണ്. ഭൂമിയിലെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയം ഭഗവാൻ തന്റെ പരമഭക്തനും മന്ത്രിയുമായിരുന്ന ഉദ്ധവരോട് ഒരു രഹസ്യം വെളിപ്പെടുത്തി. ഞാൻ ഈ ദേഹം വെടിയുന്നതോടെ എന്റെ ദ്വാരകാ നഗരം കടലടഞ്ഞു പോവും. എന്നാൽ ഞാൻ പൂജിച്ചിരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ആ ദിവ്യ വിഗ്രഹം മാത്രം കടലിൽ മുങ്ങാതെ ഒഴുകി നടക്കും. നീ അത് എങ്ങനെയെങ്കിലും സുരക്ഷിതമായി ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് കടലിൽ നിന്നും ആ അത്ഭുത വിഗ്രഹം കണ്ടെടുത്തു. അത് പ്രതിഷ്ഠിക്കാൻ നല്ലൊരു സ്ഥലം തിരഞ്ഞ് അവർ ആകാശമാർഗം യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ഒരു മനോഹരമായ താമരപ്പൊയ്കയിൽ സാക്ഷാൽ ശിവപാർവതിമാരെ കണ്ടു. കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശിവൻ തന്റെ സന്നിധി തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറ്റിക്കൊടുക്കുകയും ദേവഗുരുവും വായുവും ചേർന്ന് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന ഊര് ഗുരുവായൂരായി മാറി. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം സാക്ഷാൽ കൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചതായതുകൊണ്ട് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമെന്നും അറിയപ്പെടുന്നു. വായുദേവൻ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ഇവിടുത്തെ പ്രസാദവും ദർശനവും സർവ്വരോഗങ്ങൾക്കും ഉത്തമശമനമായി ഭക്തർ കരുതുന്നു. ഗുരുവായൂരിലെ ഉത്സവം തുടങ്ങുന്നത് തന്നെ ആനയോട്ടം എന്ന ചടങ്ങോടെയാണ്. പണ്ടൊരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ സ്വന്തമായി ആനകളില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉത്സവത്തിന് തിടമ്പേറ്റാൻ തൊട്ടടുത്തുള്ള തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകളെ നൽകാമെന്ന് ഏറ്റെങ്കിലും ചില തർക്കങ്ങൾ കാരണം അവർ അവസാന നിമിഷം ആനകളെ അയച്ചില്ല. ആനകളില്ലാതെ ഉത്സവം എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ച് മേൽശാന്തിയും ഭക്തരും വിഷമിച്ച് നടയിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ തളച്ചിട്ടിരുന്ന ആനകൾ ചങ്ങലകൾ പൊട്ടിച്ച് ഗുരുവായൂരിലേക്ക് ഭ്രാന്തമായി ഓടിവരുന്നു. അമ്പലത്തിന്റെ കിഴക്കേ ഗോപുരം വഴി അകത്തു കയറി അവ ഭഗവാനെ വണങ്ങി നിന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഗുരുവായൂരിൽ ഉത്സവത്തിന്റെ ആദ്യ ദിനം ആനകൾ തമ്മിലുള്ള ഓട്ടമത്സരം നടക്കുന്നു. ഇതിൽ ഒന്നാമതെത്തുന്ന ആനയ്ക്കാണ് ഉത്സവകാലത്ത് ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഗുരുവായൂരിലെ ഏറ്റവും വിചിത്രമായ ഒരു ചടങ്ങാണ് ഉത്സവകാലത്ത് നടക്കുന്ന ഓട്ടവിളക്ക് അല്ലെങ്കിൽ തിടമ്പേറ്റിയുള്ള ഓട്ടം. സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് അതീവ ഗാംഭീര്യത്തോടെയാണ് എഴുന്നള്ളിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഉത്സവത്തിന്റെ ചില പ്രത്യേക ദിവസങ്ങളിൽ ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നും ഇറക്കുന്ന ഭഗവാന്റെ തിടമ്പും കയ്യിലേന്തി മേൽശാന്തി ക്ഷേത്രത്തിന് ചുറ്റും അതീവ വേഗതയിൽ ഓടണം. പണ്ട് ഭഗവാന്റെ പരമഭക്തനായ പൂന്താനം നമ്പൂതിരിയെ പിടിച്ചുപറിക്കാർ ആക്രമിക്കാൻ വന്നപ്പോൾ ഭഗവാൻ കുതിരപ്പുറത്ത് വന്ന് രക്ഷിച്ചതിന്റെയും ഭഗവാനെ കൺകുളിർക്കെ കാണാൻ ഭക്തർ ഓടിയെത്തിയതിന്റെയുമൊക്കെ ഓർമ്മ പുതുക്കലാണിത്. ആനപ്പുറത്തു നിന്ന് തിടമ്പ് കൈമാറുന്ന ആ ഒരു സെക്കൻഡും അതിനുശേഷമുള്ള ഓട്ടവും നെഞ്ചിരിപ്പോടെ മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയൂ. ഐതിഹ്യങ്ങൾ പോലെ തന്നെ വിചിത്രമാണ് ഇവിടുത്തെ വഴിപാടുകളും. ഭഗവാന്റെ തുളസിയില തുലാഭാരത്തിന്റെ കഥ ഓർമ്മിപ്പിച്ച് സ്വന്തം ഭാരത്തിന് തുല്യമായി സാധനങ്ങൾ തൂക്കി നൽകുന്ന തുലാഭാരം, കൂടാതെ കുട്ടികളുണ്ടാകാൻ വെണ്ണ സമർപ്പണവും ആഗ്രഹസാഫല്യത്തിനായി ഗുരുവായൂർ മാത്രം കെട്ടിയാടുന്ന കൃഷ്ണനാട്ടം എന്ന സവിശേഷമായ വഴിപാടും ഇവിടെ നടക്കുന്നു. ഉള്ളുരുകി വിളിച്ചാൽ മാങ്ങാട്ടച്ഛന്റെ വേഷത്തിലും വന്ന് ഭക്തരെ രക്ഷിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഈ സന്നിധി ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് താലികെട്ടി ജീവിതം തുടങ്ങാൻ കൊതിക്കാത്ത മലയാളികളില്ല. ഒരൊറ്റ മുഹൂർത്തത്തിൽ നൂറുകണക്കിന് വിവാഹങ്ങൾ നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ താലികെട്ട് തീർന്ന ഇവിടുത്തെ കല്യാണത്തിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. കണ്ണന്റെ മുന്നിൽ വെച്ച് കെട്ടുന്ന ആ താലിക്ക് ആയുസ്സും ഐശ്വര്യവും കൂടുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ മേൽപ്പത്തൂരിനെയും പൂന്താനത്തിനെയും കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കഠിനമായ വാതരോഗം മാറ്റാൻ മേൽപ്പത്തൂർ സംസ്കൃതത്തിൽ നാരായണീയം എഴുതി ഭഗവാന് സമർപ്പിച്ചു. രോഗം മാറി. എന്നാൽ അല്പം അഹങ്കാരമുണ്ടായിരുന്ന മേൽപ്പത്തൂർ പൂന്താനം മലയാളത്തിൽ എഴുതിയ ജ്ഞാനപ്പാന തിരുത്തി നൽകാൻ വിസമ്മതിച്ചു. അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ രോഗം വീണ്ടും കൂടി. ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നിന്റെ സംസ്കൃത ഭക്തിയേക്കാൾ എനിക്ക് പ്രിയം പൂന്താനത്തിന്റെ ലളിതമായ ഭക്തിയാണ്. മേൽപ്പത്തൂർ തെറ്റ് തിരുത്തി പൂന്താനത്തോട് ക്ഷമ ചോദിച്ചു.
എത്ര പറഞ്ഞാലും തീരാത്ത അത്ര അത്ഭുത കഥകളുള്ള ഗുരുവായൂരപ്പൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 Days 20 Stories ചലഞ്ചിൻ്റെ 14ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.